ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമുക്ക് ഒരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാം. ഒരു സാമ്പിൾ പ്രോഗ്രാമാണ്. അറേയുടെ വർക്കിംഗ് എങ്ങനെയാണ്, അറേയിലോട്ട് ഡാറ്റ എങ്ങനെയാണ് കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്, എന്നിട്ട് അതിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഈ പ്രോഗ്രാം സാമ്പിൾ പ്രോഗ്രാം വരെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഇൻറ്റീജർ നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കും. ആ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പേഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സാമ്പിൾ പ്രോഗ്രാമാണ്. അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ ചോദിക്കും എത്ര ഇൻറ്റീജർ നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പോകുന്നു എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളൊരു നമ്പർ കൊടുക്കും, ഇൻറ്റീജർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കും. 5 എന്ന്, അതായത് 5 ഇൻറ്റീജേഴ്സാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് എന്ന് ആദ്യം ഒരു ഇൻഫർമേഷൻ കൊടുക്കും. അത് പ്രകാരം ഓരോ നമ്പറായിട്ട് എൻ്റർ ചെയ്യാനായിട്ട് അത് ചോദിക്കും. എൻ്റർ ദി നമ്പർ 1, എൻ്റർ ദി നമ്പർ 2, എൻ്റർ ദി നമ്പർ 3 എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓരോ ഇൻറ്റീജർ നമ്പേഴ്സ്, ഇവിടെ 5 എണ്ണമാണ് കൊടുത്തത്, അതുകൊണ്ട് 5 ഇൻറ്റീജർ നമ്പേഴ്സ് എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ 5 നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും. അഞ്ചാമത്തെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് എൻ്റർ കീ പ്രസ് ചെയ്യുന്നതും അത് അടുത്ത ലൈൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. സം ഓഫ് ആൾ ദീസ് നമ്പേഴ്സ് ആറെന്നും പറഞ്ഞ് വാല്യൂ ഇവിടെ ഔട്ട്പുട്ടായിട്ട് തരും. ഈ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പേഴ്സിൻ്റെ സം എത്രയാണോ അത് ഔട്ട്പുട്ടായിട്ട് തരും. അപ്പോൾ ഈ സംഭവം, ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ വേരിയബിൾ ഒക്കെ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആ സാധാരണ രീതിയിൽ വേരിയബിൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ ഈ പ്രോഗ്രാമിൽ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതേ പ്രോഗ്രാം തന്നെ നമ്മൾ അറേ ഉപയോഗിച്ചും ചെയ്യും. അപ്പോൾ ഈ സംഭവം എന്തെന്ന് വെച്ചാൽ, ഞാനിവിടെ ഈ വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് കരുതുക. അത് ബേസ് ചെയ്താണ് ഞാനിവിടെ പ്രോഗ്രാം ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ആ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് നമ്മൾ ഓരോ വാല്യൂ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ അതിനനുസരിച്ച് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം 10 എന്ന വാല്യൂ ആയിരിക്കും എക്സിൽ സ്റ്റോർ ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് സമ്മ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് 20 എൻ്റർ ചെയ്ത് കൊടുക്കും. അത് എക്സിൽ തന്നെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് വീണ്ടും സമ്മ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അടുത്ത നമ്പർ അത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് തന്നെ സ്റ്റോർ ചെയ്യും. അങ്ങനെ ഒരൊറ്റ വേരിയബിൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ എല്ലാ വാല്യൂസും എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ എക്സ് എന്നും ഐ എന്നും സം എന്നും എൻ എന്നും പറഞ്ഞ് 4 വേരിയബിൾസ്, ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഹൗ മെനി ഇൻറ്റീജേഴ്സ് എന്ന് ചോദിക്കും. അപ്പോൾ അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ എൻ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഈ വേരിയബിളിൻ്റെ ബേസ് ചെയ്താണ് നമ്മൾ ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് i = 0 എന്ന് പറയും. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് i <= n, പിന്നെ മൂന്നാം സ്റ്റേറ്റ്മെൻറ്റ് ++i. ഈ i ആണ് നമ്മളിവിടെ കൗണ്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഈ നമ്പർ എന്ന് വേണമെങ്കിൽ പറയാം. 5 നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്തതെങ്കിൽ എൻ്റർ ദി നമ്പർ എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 5 തവണ എക്സിക്യൂട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത 10 എന്നാണെങ്കിൽ എൻ്റർ ദി നമ്പർ എന്നുള്ള ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റർ ദി നമ്പർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 10 തവണ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഈ നമ്പർ മാറി മാറി വരണം. അതായത് ഇവിടെ ആയിരിക്കും നമ്മൾ i എന്ന് പറയുന്ന കൗണ്ടർ യൂസ് ചെയ്യേണ്ടത്. അവിടെ നമ്പർ എന്നുള്ളത് 1, 2, 3, 4 ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യും തോറും ഐയുടെ വാല്യൂ കൂടി വരും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ++i എന്ന സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം അതിൻ്റെ വർക്കിംഗ് നോക്കുക. ആദ്യം ഐയുടെ വാല്യൂ 0 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇനിഷ്യലൈസ് ചെയ്യുന്നത്. എന്നിട്ട് ഐയുടെ വാല്യൂ <n ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. n എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ ആണ്. ഈ കേസിലാണെങ്കിൽ 5 ആണ്. അപ്പോൾ ആദ്യം തന്നെ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവും. ട്രൂ ആവുകയാണെങ്കിൽ ലൂപ്പ് ബോഡിക്കകത്തുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റർ ദി നമ്പർ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റാണ് ആദ്യം ഡിസ്പ്ലേ ചെയ്യുന്നത്. എൻ്റർ ദി നമ്പർ എന്ന് കഴിഞ്ഞിട്ട് ഇവിടെ i+1 എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ടും കൂടെ ഡിസ്പ്ലേ ചെയ്യണം. ഈ i+1 എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പോഴാണ് ഇവിടെ 1 എന്ന ആ സംഭവം ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ i+1 എന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ i+1 എന്ന് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് ഇവിടെ ഈ സെമി കോളൻ എന്ന് പറയുന്ന ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. സെമി കോളൻ എന്ന് പറയുന്ന ഈ ഒരു സിമ്പലും കൂടെ ഇവിടെ വരണമെങ്കിൽ വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് ഡബിൾ കോഴ്സിൻ്റെ അകത്ത് ഇവിടെ സെമി കോളനും കൂടി ഇട്ട് കൊടുത്താലേ അതും കൂടെ ഇവിടെ വരികയുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇവിടെ ഇട്ടില്ല. അത് അടുത്ത പ്രോഗ്രാമിൽ കാണിക്കാം. അപ്പോൾ എന്തായാലും i+1 എന്ന് കൊടുത്തിട്ടുണ്ട്. സംഭവം ഇവിടെ ഈ i+1 എന്ന് കൊടുത്തതിൻ്റെ കാര്യം എന്താണ്? നമ്മുടെ i ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്ന 0-യിലാണ്. അപ്പോൾ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പം ഐയുടെ വാല്യൂ 0 ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഐയുടെ വാല്യൂ 1 ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഐയുടെ വാല്യൂ 2 ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഐയുടെ വാല്യൂ 0-യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ യൂസർ അത് കാണുന്നത് 0 ആയിട്ടല്ല കാണേണ്ടത്. ഐയുടെ വാല്യൂ ആദ്യം ഡിസ്പ്ലേ ചെയ്യുമ്പം യൂസർ 1 എന്നാണ് കാണേണ്ടത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നാണ് ഇവിടെ വരേണ്ടത്. മൂന്നാമത്തെ തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ യൂസർ അത് കാണേണ്ടത് 3 എന്നാണ്. അപ്പോൾ അങ്ങനെ വരാനായിട്ടാണ് i+1 എന്ന ആ ഒരു രീതി ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 0 ആയിരിക്കും. +1 കൊടുക്കപ്പോഴേക്കും 1 എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമ്പോഴേക്കും നമ്മളൊരു ഇൻറ്റീജർ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. 10 എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ആ എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്.
അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് സം ഈക്വൽ ടു സം പ്ലസ് എക്സ് എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ സമ്മിൻ്റെ വാല്യൂ മാത്രം ഇനിഷ്യലൈസ് ചെയ്തത്? ബാക്കി ഒന്നിൻ്റെ വാല്യൂ നമ്മളിവിടെ ഇനിഷ്യലൈസ് ചെയ്യുന്നില്ല. ഐയുടെ വാല്യൂ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യുന്നു എന്ന് പറയാം, എന്നിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം അത് നമ്മൾ കീബോർഡ് വഴി എൻട്രി ചെയ്യുന്ന വാല്യൂ എന്നിലോട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്നിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യേണ്ട. എക്സിൻ്റെ വാല്യൂ അതുപോലെ തന്നെ നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ ആണ് എക്സിലോട്ടും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നില്ല. പക്ഷേ സമ്മിൻ്റെ വാല്യൂ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് സം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ, അതായത് ഈക്വൽ ടു ഓപ്പറേറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ആ വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വേരിയബിളിന് നമ്മൾ എന്തെങ്കിലും വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നില്ല എങ്കിൽ എന്തെങ്കിലും ഒരു റാൻഡം വാല്യൂ ആയിരിക്കും മെമ്മറിയിൽ നിന്ന് അത് എടുക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി, അങ്ങനെ റാൻഡം വാല്യൂ എടുക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിൻ്റെ വാല്യൂ ആദ്യമേ അങ്ങ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സമ്മിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതിൻ്റെ കൂടെ ഈ എൻ്റർ ചെയ്ത് കൊടുത്ത ആ എക്സിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂയും കൂടെ ആഡ് ചെയ്തിട്ട് സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഐ എന്ന വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പം ഐയുടെ വാല്യൂ 0ൽ നിന്ന് 1 ആവുന്നു. പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ്. ട്രൂ ആകുമ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ 5 എന്നാണ് എൻ്റർ ചെയ്ത് കൊടുത്തത്. അതായത് ഐയുടെ വാല്യൂ 0, 1, 2, 3, 4 വരുന്നവരെയും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. എപ്പോഴാണോ 5 വരുന്നത് ആ സമയത്ത് മാത്രമേ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യും തോറും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന 2, 3, 4 എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് i+1 ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മൾ ഈ കൊടുക്കുന്ന ഓരോ വാല്യൂസും എക്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് തന്നെ സ്റ്റോർ ചെയ്യുന്നു. അതിൻ്റെ കൂടെ പ്രീവിയസ് സമ്മിൻ്റെ കൂടെ എക്സിൻ്റെ വാല്യൂയും കൂടെ സം ചെയ്ത് ആ സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് തന്നെ ആ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. എപ്പോഴാണോ ഐയുടെ വാല്യൂ 5 ആവുന്നത്, ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഐയുടെ വാല്യൂ 5 ആവുന്നത്, ആ സമയത്ത് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നു. അപ്പം ഐയുടെ വാല്യൂ 4 ആവുന്നത് വരെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഐയുടെ വാല്യൂ 4 ആകുമ്പോഴാണ് ഇവിടെ എൻ്റെ നമ്പർ 5 എന്ന് പറഞ്ഞ് വരുന്നത്. കാരണം ഇവിടെ i+1 എന്നാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ 4 ആകുമ്പോഴും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഐയുടെ വാല്യൂ 5 ആകുമ്പോഴാണ് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നത്. ആ ഫോർ ലൂപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുന്നത്. എന്നിട്ട് നേരെ പുറത്ത് ഇറങ്ങി പുറത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. പുറത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സം എത്രയാണോ അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുവഴി എത്രയാണോ സം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് ആ സമ്മിനെ അങ്ങ് ഡിസ്പ്ലേ ചെയ്യും. ആ സം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എത്രയാണോ അതങ്ങ് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എത്ര നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നോ അതിൻ്റെ സം കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം. ഇത് നമുക്ക് വേരിയബിൾ ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. എന്നാലും നമ്മൾ ഈ സെയിം പ്രോഗ്രാം തന്നെ അറേ ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് കാണിക്കാം. ഈ അറേ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ വാല്യൂസ് റീപ്ലേസ് ചെയ്യുന്നില്ല. ഒരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ലെറ്റ്സ് ഒരു 50 വാല്യൂസ് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറേയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ എത്ര വാല്യൂ ആണോ സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് ആദ്യമേ ചോദിക്കും. അതിനനുസരിച്ച് അതിൽ 0 മുതലുള്ള ഇൻഡെക്സ് പൊസിഷനിലോട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസ് ഓരോന്നായിട്ട് സ്റ്റോർ ചെയ്യും. ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ ഇൻഡെക്സ് പൊസിഷൻ 0ൽ സ്റ്റോർ ചെയ്യും. രണ്ടാമത്തെ വാല്യൂ ഇൻഡെക്സ് പൊസിഷൻ 1ൽ സ്റ്റോർ ചെയ്യും. മൂന്നാമത്തെ വാല്യൂ ഇൻഡെക്സ് പൊസിഷൻ 2ൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ ഓരോന്നായിട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് അവസാനം ആ എലമെൻറ്റ്സ്, ആ സ്റ്റോർ ചെയ്യുന്ന എലമെൻറ്റ്സിൻ്റെ എല്ലാം കൂടെ സം എടുത്തിട്ട് അതങ്ങ് ഡിസ്പ്ലേ ചെയ്താൽ മാത്രം മതി. അപ്പം അതിന് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് തന്നെയാണ് അതും അറ്റൈൻ ചെയ്യുന്നത്. ആ പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 2 ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഫോർ ലൂപ്പ് എന്തിനെന്ന് പറഞ്ഞാൽ ഈ ഡാറ്റ അക്സെപ്റ്റ് ചെയ്യാനും, അടുത്ത ഫോർ ലൂപ്പ് എന്തെന്നുള്ളത് ഈ സം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാമെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഞാൻ 2 ആക്കി എഴുതിയിരിക്കുകയാണ്, സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ് 2 ഫോർ ലൂപ്പായിട്ട്. ആദ്യത്തെ ഫോർ ലൂപ്പ് ഈ വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാനും, രണ്ടാമത്തെ ഫോർ ലൂപ്പ് അതിൽ ഓരോ ഇൻഡെക്സ് പൊസിഷനിലുള്ള വാല്യൂവും എടുത്ത് സമ്മിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഞാനിവിടെ എക്സ് എന്ന് പറഞ്ഞ ഒരു അറേ ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ സൈസ് 50 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് 50 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം അറേ സൈസ് ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് 50 മാക്സിമം 50 ഇൻറ്റീജേഴ്സ് വരെ എൻട്രി ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നൊരു കൺസെപ്റ്റിലാണ് 50 സൈസ് സെറ്റ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ 100 എന്ന് പറയുന്ന സൈസിലും സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 100 ഇൻറ്റീജേഴ്സ് നമുക്കിവിടെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒക്കും. നമ്മളിവിടെ 50 വരെ നമ്മൾ മാക്സിമം എൻട്രി ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നുള്ള ഒരു അസംഷനിൽ 50 സൈസ് സെറ്റ് ചെയ്താണ് നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്യുന്നത്. നിർബന്ധമായും ഇവിടെ സൈസ് സെറ്റ് ചെയ്യണം എന്ന് റൂളൊന്നുമില്ല. ഇവിടെ ബ്ലാങ്ക് ആയിട്ടും വിടാം. ജസ്റ്റ് 2 ബ്രാക്കറ്റ്സ് മാത്രം ഇട്ട് കൊടുത്ത് നമുക്ക് അറേ ക്രിയേറ്റ് ചെയ്യാം. എന്നാലും നമ്മളിവിടെ 50 വെച്ചിട്ടുള്ള ഒരു 50 സൈസ് സെറ്റ് ചെയ്ത ഒരു അറേയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഐ എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഐ എന്തിനാണ്? ഈ അറേയുടെ ഇൻഡെക്സ് പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. ഇതാ ഇവിടെ അറേയുടെ കൂടെയല്ല, അറേ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഐ എന്ന് പറയുന്ന വേരിയബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇൻഡെക്സ് പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഐ എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ സം എന്നും എൻ എന്ന് പറയുന്ന വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഹൗ മെനി ഇൻറ്റീജേഴ്സ് എന്ന് ചോദിക്കാൻ നമ്മളൊരു ഇൻറ്റീജർ വാല്യൂ എൻ്റർ ചെയ്തിരിക്കുന്നു. അത് എൻ എന്ന് പറയുന്ന വേരിയബിളിലോട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഈ എൻ എന്നുള്ള ആ ടേം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ സംഭവം എന്ന് വെച്ചാൽ അറേയുടെ സൈസായിട്ട് ഒരു ടെമ്പററി സൈസായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്.
ഇപ്പം 5 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5 ഇൻറ്റീജർ നമ്പേഴ്സ് ഈ അറയിൽ സ്റ്റോർ ചെയ്യണം. അതായത് ഈ പ്രോഗ്രാമിൽ ഇത് ഈ എൻ്റർ ചെയ്ത് കൊടുത്ത ഇൻപുട്ട് ബേസ് ചെയ്താണെങ്കിൽ ഈ അറയുടെ ആദ്യത്തെ 5 സ്ലോട്ടായിരിക്കും, അത് ആദ്യത്തെ 5 ഇൻഡെക്സ് പൊസിഷനായിരിക്കും അത് യൂസ് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ അതായത് ഒരു ടെമ്പററി അറേ സൈസ് ആണെന്ന് പറയാം. അപ്പോൾ ആ n ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കണ്ടീഷനായിട്ട്, i<n എന്നുള്ളത്. അപ്പോൾ ഇവിടെ 50 അല്ല യൂസ് ചെയ്യുന്നത്, ഇവിടെ കയറി 50 യൂസ് ചെയ്ത് കളയരുത്. 50 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 5-ലൊന്നും നിൽക്കത്തില്ല, എൻ്റർ ദി നമ്പർ 6, എൻ്റർ ദി നമ്പർ 7 എന്ന് പറഞ്ഞ് എൻ്റർ ദി നമ്പർ 50 വരെയൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതുകൊണ്ട് ഇവിടെ അറേയുടെ സൈസ് 50 വന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ 50 എടുത്ത് യൂസ് ചെയ്ത് കളയരുത്. നമ്മൾ 5 ഇൻറ്റീജേഴ്സ്, ഈ കേസിലാണെങ്കിൽ 5 ഇൻറ്റീജേഴ്സ് എൻ്റർ ചെയ്യാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് 5 എത്തപ്പോഴേക്കും അത് കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവണം. സപ്പോസ് ഇപ്പം 10 ഇൻറ്റീജേഴ്സ് എന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ എന്നിലോട്ട് അതായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആ ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് 10 തവണയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് എൻ്റർ ദി നമ്പർ 10 എന്നായിരിക്കും അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ n എന്നുള്ള ആ വേരിയബിളായിരിക്കും കണ്ടീഷനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ++i എന്ന സ്റ്റേറ്റ്മെൻറ്റും. അത് കഴിഞ്ഞിട്ട് ആദ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഐയുടെ വാല്യൂ 0 ആയിരിക്കും ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, എൻ്റർ ദി നമ്പർ എന്ന് കൊടുത്തിട്ട് i+1, കാരണം ഐയുടെ വാല്യൂ 0 ആണ്, +1 കൊടുക്കപ്പോഴും ആൻസർ 1 എന്ന് കിട്ടും. ആ 1 ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. യൂസർക്ക് എന്നാലേ മനസ്സിലാവും. എൻ്റർ ദി നമ്പർ 0 എന്നും പറഞ്ഞ് ചോദിച്ചാൽ യൂസറിന് മനസ്സിലാവത്തില്ല. അപ്പോൾ യൂസറിന് മനസ്സിലാവുന്ന രീതിയിൽ എൻ്റർ ദി നമ്പർ 1 എന്ന് അല്ലെങ്കിൽ എൻ്റർ നമ്പർ 2, എൻ്റർ ദി നമ്പർ 3 എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയാണ് i+1 എന്ന് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ സെമിക്കോളൻ അല്ല കോളൻ, അതും കൂടെ ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഡബിൾ കോട്സിൻ്റെ അകത്ത് കോളനും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ സ്ലൈഡിൽ അത് കാണിച്ചില്ല, ഈ ഒരു പോർഷനും കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ xi എന്ന് പറയുന്ന ആ ഇൻഡെക്സ് പൊസിഷനിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. xi ഇവിടെ ഐയുടെ വാല്യൂ 0 ആയിരിക്കും, അതായത് 0 എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും ആ വാല്യൂ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 0-ൽ നിന്ന് 1 ആക്കുന്നു, കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുന്നു. വീണ്ടും എൻ്റർ ദി നമ്പർ 2 എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നു. ആ സമയത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ ഇൻഡെക്സ് പൊസിഷൻ 1-ലോട്ട്, കാരണം ഐയുടെ വാല്യൂ അപ്പം 1 ആണ്, ഇൻഡെക്സ് പൊസിഷൻ 1-ലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ ഈ 5 നമ്പേഴ്സും എൻ്റർ ചെയ്യുന്നു. അവസാനം എൻ്റർ ദി നമ്പർ 5 എന്നായിരിക്കും ചോദിക്കുന്നത്. ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 4 ആവുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇൻഡെക്സ് പൊസിഷൻ 4-ലോട്ടായിരിക്കും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് 50 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 5 ആവുന്നു. ഇവിടെ ചെക്ക് ചെയ്യുമ്പോഴേക്കും കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നു, കാരണം എന്നിൻ്റെ വാല്യൂ <5 ആയിരിക്കണം എന്നാണ്. ഐയുടെ വാല്യൂ <5 ആയിരിക്കണം. 5 വന്നാൽ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയി നേരെ ആ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഫോർ ലൂപ്പാണ്. അതെന്ന് പറയുന്നത് ഈ സം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള, ഈ അറയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഓരോ എലമെൻറ്റ് ബൈ എലമെൻ്റ് ആയിട്ടെടുത്ത് സം എന്ന് പറയുന്ന വേരിയബിളോട്ട് ആഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണിത്. ഇവിടെയും വീണ്ടും ഐയുടെ വാല്യൂ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. i<n എന്ന കണ്ടീഷൻ കൊടുക്കുന്നു, ++i എന്നും കൊടുക്കുന്നു. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആകുമ്പോഴേക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സം ഈക്വൽ ടു സം പ്ലസ് xi. ഈ സം എന്ന് പറഞ്ഞാൽ ആദ്യം 0 ആയിരിക്കും. ആ 0യുടെ കൂടെ xi, ഇവിടെ i എന്ന് പറയുന്ന വാല്യൂ, ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ആ x0 എന്ന് പറയുന്ന പൊസിഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതിനെ സമ്മിലോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്, അത് സമ്മിലോട്ട് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം അത് കിട്ടുന്ന റിസൾട്ടിനെ സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് തന്നെ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 1 ആക്കുന്നു. പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അത് ട്രൂ ആവണം. അപ്പോൾ വീണ്ടും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഈ സമ്മിൻ്റെ വാല്യൂ 10 ആണല്ലോ, അതിൻ്റെ കൂടെ അടുത്ത ഐയുടെ വാല്യൂ 1, ഇൻഡെക്സ് പൊസിഷൻ 1-ലുള്ള വാല്യൂ ഡാറ്റ എന്താണോ അത് ഈ സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ 20 ആണ് ആ വാല്യൂ. അതിൻ്റെ 10-നോട് ആഡ് ചെയ്യുമ്പോൾ റിസൾട്ട് 30 എന്ന് കിട്ടുന്നു. ആ 30 എന്നുള്ള ആ വാല്യൂ ഈ സമ്മിലോട്ട് വീണ്ടും സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരും അവസാനത്തെ നമ്പർ എത്തും വരെ, അതായത് ഇൻഡെക്സ് പൊസിഷൻ 4 എത്തുന്നവരെ ഇത് എക്സിക്യൂട്ട് ചെയ്യും. അതിനെ വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്ത് 5 ആക്കപ്പോഴേക്കും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയും അവിടെ വെച്ച് ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. എന്നിട്ട് അതുവരെയുള്ള സം എത്രയാണോ അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ നമ്മൾ അറയിൽ സ്റ്റോർ ചെയ്യുന്ന ഓരോ എലമെൻറ്റ് ബൈ എലമെൻ്റ് ആയിട്ട് ഓരോ ഇൻഡെക്സ് പൊസിഷനിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് അത് ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ്. അതിൽ ഓരോ എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക എന്ന, ഓരോ 1 by 1 ആയിട്ട് തമ്മിൽ ആഡ് ചെയ്യുക എന്ന ഓപ്പറേഷനാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ അതും ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അറേ ഉപയോഗിച്ചുള്ള പ്രോഗ്രാംസ് എഴുതുന്നത്. അപ്പോൾ ഇതേപോലെ സിമിലർ ആയിട്ടുള്ളൊരു പ്രോഗ്രാം നമുക്ക് അടുത്ത വീഡിയോയിലും കൂടെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 4-5 പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കത്തില്ല. ബാക്കി നിങ്ങൾ തന്നെ സ്വയം നോക്കേണ്ടി വരും. അടുത്തൊരു പ്രോഗ്രാമും കൂടെ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.